വീട്ടിൽ വന്നിട്ടും ഒരു സമാധാനവുമില്ലാതെ റൂമിൽ തലങ്ങും വിലങ്ങും നടക്കുകയാണ് അമ്മു. അമ്മുവേ, കതക് തുറന്നേ, ആദ് വിളിക്കുന്നുണ്ട്. വരുന്നടി. എന്താ മോളെ കതകടച്ച പരിപാടി? സ്വപ്നം കാണാനാണോ അവക്ക്? കളിയാണ്. ഞാനേ അല്ലെങ്കിലേ മടുത്തിരിക്കുകയാണ്. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മു പറയാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. എന്നിട്ട് മോൾ എന്താ തീരുമാനിച്ചു? എനിക്ക് ആകെ പേടിയാകുന്നടി. ആ സ്കൂളിൽ ചേരുന്ന ഓർക്കുമ്പോൾ തന്നെ കയ്യും കാലും വിറയ്ക്കുകയാണ്. എന്തടി ഇങ്ങനെ പറയണേ? ഇതൊന്നും നീ കാര്യാക്കണ്ട. അവിടെ തന്നെ ചേരാൻ നോക്ക്. നിന്റെ മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ ഇപ്പൊ കുറച്ച് സ്ട്രോങ് ആയിക്കോ. പിന്നെ ബാലചേട്ടനെ നീ എന്തിനാ ഇത്ര പേടിക്കണേ? ഇതുവരത്തെ പോലെ അല്ലാലോ ഇപ്പൊ ആട്. കാര്യങ്ങൾ തുറന്നു വന്നില്ലേ? അതുകൊണ്ട് നിനക്ക് നിന്റെ ഭാഗം പറയാം. ഇഷ്ടമില്ലെങ്കിൽ അതും, ഇനി ഇഷ്ടമാണെങ്കിൽ അതും. എനിക്കിഷ്ടല്ല, അമ്മു കടുപ്പിച്ചു പറഞ്ഞു. അതെന്നോടല്ല പറയേണ്ടത്. എനിക്ക് പേടിയാടി പറയാൻ. ബാലുവേട്ടനെ കാണുമ്പോൾ തന്നെ എൻ്റെ നാക്ക് കുഴയെ. പിന്നെ എങ്ങനെയാ പറയാ? എന്നാ മോളിങ്ങനെ ഇരുന്നോ, അല്ലാണ്ട് ഞാൻ എന്താ പറയാ? എന്തെങ്കിലും പറയടി പ്ലീസ്. തൽക്കാലം ഇങ്ങനെ പോട്ടെ. നിന്റെ സ്വപ്നത്തിലെ രാജകുമാരനെ കണ്ടെത്തുമ്പോൾ അത് പറഞ്ഞൊഴിയാം. ഇനി അഥവാ നിന്റെ രാജകുമാരൻ വന്നില്ലെങ്കിൽ നമുക്ക് ബാലചേട്ടനെ സെറ്റാക്കാം. അതുപോലെ പോടി. എനിക്ക് ബാലചേട്ടനെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഒരു ഏട്ടൻ്റെ പോലെയാ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലടി. ഏട്ടൻ പാവല്ലേ? നിന്നെ നല്ലോണം ഇഷ്ടാണ്. ഞങ്ങൾക്കൊക്കെ അതറിയാം. നിനക്കും അറിയാലോ, ആളൊരു പാവ. പിന്നെ എത്ര പോരാ ആൾക്കാരാ മൂപ്പരെ വയലോക്കുന്നേ. നറുക്ക് വീണെന്തോ നിനക്കും. നിനക്കാണെങ്കിൽ ഏട്ടനെ വേണ്ടാതാനും. എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ അല്ലെങ്കിലും ദൈവം വടി കൊടുക്കില്ലല്ലോ. അതൊക്കെ വിട്. ഞാൻ വന്നതേ നാളെ എല്ലാവർക്കും കൂടി കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ചേരാൻ പോയാലോ? നിന്റെ അച്ഛൻ സമ്മതിച്ചില്ലേ? പോകാം. പിന്നെ നീ ഇതൊന്നും ഇനി അവരോടൊന്നും പറയണ്ടാട്ടോ. അവര് നിന്നെപ്പോലെ എന്നെ മനസ്സിലാക്കാത്ത പോലെ തോന്നുന്നു എനിക്ക്. നല്ല സുന്ദരനായ ഏട്ടനെ കിട്ടിട്ടും അഹങ്കാരം കാണിക്കണ പോലെ അവരുടെയൊക്കെ സംസാരം. ഇതിലും നല്ലതൊന്നും എനിക്ക് കിട്ടില്ലത്രേ. അല്ലെങ്കിലും എനിക്ക് ഇത്ര നാളതൊന്നും വേണ്ട. അമ്മു ചൊടിച്ചു. അമ്മുന് ദേഷ്യം വന്നോ? പോട്ടെ, അവര് രണ്ടാളും ബെസ്റ്റീസ് അല്ലേ? പിന്നെ എൻ്റെ ഒരു അനുമാനത്തിൽ ദിവ്യയ്ക്ക് ബാലുചേട്ടനിൽ 2 കണ്ണുള്ള പോലെയാണ്. ശരിക്കോ? സത്യമാണോ? ഈശ്വര, അങ്ങനെ ആയാൽ മതിയായിരുന്നു. എങ്കിൽ ഞാൻ രക്ഷപ്പെടും. മോളെ, അവക്ക് മാത്രമേ ഉള്ളൂ, ഏട്ടനില്ലല്ലോ. പിന്നെ എങ്ങനെ സെറ്റാവും? ഏട്ടന് പിന്നെ ഏട്ടൻ്റെ പിന്നാലെ നടക്കുന്ന ആളുടെ എണ്ണത്തിൽ ഒന്നുകൂടി, അത്രേ ഉള്ളൂ. വരും പോലെ വരട്ടെ. നാളെ 10 മണിക്ക് റെഡി ആയിക്കോട്ടാ. ഞാൻ പോവാണേ. അമ്മേ, അവര് വന്നു, ഞാൻ പോകുന്നു. നോക്കിക്കോളൂട്ടാ. പൈസ എടുത്തില്ലേ? അതൊക്കെ എടുത്തു, ഞാൻ പോയി വരാം. അമ്മു പതിവ് തെറ്റിച്ച് നേരത്തെ റെഡിയായല്ലോ. ദിവ്യയാണ്. ആടി, നേരത്തെ കഴിഞ്ഞു. നാളെയല്ലേ റിസൾട്ട് വരുന്നേ? വിചാരിച്ച മാർക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അതൊക്കെ കിട്ടും, നീ സമാധാനിക്ക്. ഇനി നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പോകും മിക്കവാറും ഉണ്ടാവില്ലല്ലേ? നീ ഒറ്റയ്ക്കാവും മിക്കവാറും, അഞ്ജു പറഞ്ഞു. ഞാൻ ആദുവിനെ നോക്കി. അവളെ നോക്കണ്ട. അവളുടെ അച്ഛൻ ഇന്നലെ എൻ്റെ അച്ഛനോട് പറഞ്ഞതാ ഇത്ര ദൂരേക്ക് എന്തായാലും വിടില്ലെന്ന്. എനിക്ക് പേടിയില്ല അഞ്ജു, ഞാൻ ഒറ്റയ്ക്ക് പോയി വരും. എന്നും ആരെങ്കിലും കൂട്ടിന് വേണമെന്ന് വാശി പിടിക്കാൻ പറ്റോ? എല്ലാം നടക്കും പോലെ നടക്കട്ടെ. കമ്പ്യൂട്ടർ സെന്ററിൽ എത്തിയ ശേഷം പിന്നെ തിരക്കായിരുന്നു. ക്ലാസ് പെട്ടെന്ന് തന്നെ തുടങ്ങി. തിയറി പിന്നെ എടുക്കുള്ളൂ. ഇപ്പോൾ ഓരോരുത്തർക്കായി പ്രാക്ടിക്കൽ പറഞ്ഞു തരും. അത് ചെയ്ത് കാണിക്കണം. ഓരോരുത്തർക്കും ഓരോ കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ പിന്നെ സംസാരങ്ങളൊന്നും ഉണ്ടായില്ല. കാണാമെന്ന് മാത്രം. 3 മണിക്കൂറാണ് ക്ലാസ്. ഇടയ്ക്ക് 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അപ്പോഴാ പിന്നെ സംസാരം. നമ്മുടെ കമ്പ്യൂട്ടർ ടീച്ചറില്ലേ, ആ ടീച്ചർ ബാലുചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാ. ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് ചോദിച്ചു ബാലുവിൻ്റെ വീടിൻ്റെ അടുത്താണോ വീടെന്ന്. ഞാനാണെന്ന് പറഞ്ഞപ്പോൾ പറയാ, ബാലുചേട്ടനും ഈ ചേച്ചിയുടെ അനിയനും ഇവിടെ ക്ലാസ് എടുക്കാറുണ്ടത്രേ വെക്കേഷൻ ടൈമിൽ. ഈ വർഷം വിളിച്ചപ്പോൾ അവർക്ക് കോളേജിൽ എന്തൊക്കെയോ തിരക്കുകൊണ്ട് വരാൻ പറ്റില്ലെന്ന്. കഷ്ടായി, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുത്തേനെ. വല്ലാത്തൊരു നിരാശയിൽ ദിവ്യ പറഞ്ഞു. രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ഇനിയിപ്പോൾ വരില്ലായിരിക്കും. വരരുതേ. ഇനി വന്നാലും ഞങ്ങളെ കാണരുതേ. പാടത്തൂടെ വരുന്നതും പോകുന്നതും കാണില്ല. ബാലചേതന്റെ വീട് റോഡിനെ ഫേസ് ചെയ്താ. അതുകൊണ്ട് ആ പേടി വേണ്ട. ഞങ്ങളുടെ ക്ലാസ് കഴിയുന്നവരെ ഒരിക്കലും വരരുതേ അമ്മു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്നാൽ തൻ്റെ ഫ്രണ്ട് അയച്ചു തന്ന അമ്മുവിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഫോട്ടോ നോക്കി കഷ്ടം വെച്ചിരിക്കുകയാണ് ബാലു. എടാ വിമലെ, അമ്മൂട്ടി കമ്പ്യൂട്ടർ ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്. നമ്മുടെ അജിയുടെ ചേച്ചി വർക്ക് ചെയ്യുന്നോടത്താ. കഴിഞ്ഞ വെക്കേഷനിൽ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോയില്ലേ, അവിടെ. ഈ വർഷവും വിളിച്ചതാ. സ്പോർട്സിൻ്റെ ഓരോ വർക്ക് ചെയ്യണം, സമയം കിട്ടില്ലെന്ന് വെച്ച് ഞാൻ പോയില്ല. ഇനി എന്ത് ചെയ്യും? വരില്ലെന്ന് പറഞ്ഞു പോയി. വല്ലാത്തൊരു നഷ്ടബോധത്തോടെ ബാലു പറഞ്ഞു. അതിനെന്താ, നീ പറ. തിയറി ക്ലാസ് വേണമെങ്കിൽ എടുക്കാം. പ്രാക്ടിക്കൽ പോലെ അല്ലാലോ, എപ്പോഴെങ്കിലും പോയാൽ മതിയല്ലോ. നിന്റെ കാര്യം നടക്കും ചെയ്യും. അമ്മുവിൻ്റെ കൂടെ കുറച്ച് ടൈമും കിട്ടും. ചോദിച്ചു നോക്കടാ. അജിയുടെ ചേച്ചിക്ക് തിയറി എടുക്കാൻ കുറച്ച് പാടാണെന്ന് അവൻ പറയാറില്ലേ? അതുമല്ല, കുട്ടികൾ കൂടുമ്പോൾ ചേച്ചിക്ക് ഒറ്റയ്ക്കും പറ്റില്ലാലോ. ചോദിച്ചു നോക്കടാ. ചോദിക്കാല്ലേ? വല്ലാത്തൊരു സന്തോഷത്തോടെ ബാലു പറയലും ഫോൺ എടുക്കലും കഴിഞ്ഞിരുന്നു. ഇതൊന്നും അറിയാതെ ബാലു വരില്ലെന്ന സമാധാനത്തിൽ അമ്മു ക്ലാസ് കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ അവളുടെ ബെഡിൽ കിടന്ന് ഇനിയും മുഖം വ്യക്തമായി കാണാത്ത ആ കണ്ണുകളും സ്വപ്നം കണ്ട് സുഖമായി ഉറക്കത്തിലായിരുന്നു.